ഇന്നുള്ളും ഈ രക്ഷകർത്താക്കളെ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ അവർ കുറെ ആഗ്രഹിച്ചു ചെയ്യുന്നു. അതിന് വേണ്ടിയുണ്ട് കുറെ പേര് അറിഞ്ഞവർ അത്രയും പേരും ഒരു രക്ഷകർത്താക്കളെ ഭംഗിയായി അവരുടെ അറിയണം. അത് ഇല്ലാത്ത അറിവിനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. എന്നാൽ അത് മുഴുവൻ അറിവുകൾ അവരെ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവരിവിടെ വന്ന് വേണ്ടത് ചെയ്യുന്നുണ്ടെന്നുള്ളത് നല്ലതുണ്ട്. ഇപ്പോൾ നിങ്ങളിൽ അന്തിമതോ ഇത് കുട്ടികളൊക്കെ പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി എത്തിച്ചിരിക്കുന്നതിനുള്ള അഭ്യർത്ഥിക്കുകയാണ്. അത് കാരണം നിങ്ങളെ അറിവില്ലാത്ത പരമ്പരയിൽ ഈ അറിവിന്റെ വിട്ട് കിടക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. എന്നാൽ അത് ഏതോ തരത്തിൽ നിങ്ങളുടെ കയ്യിൽ വന്നത് എന്ത് ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ അറിയില്ല. നമുക്ക് ആർക്കും തന്നെ അറിയില്ല. അല്ല ഈ ഏറ്റവും ഞാൻ ഇന്ന് താങ്കൾ പറഞ്ഞു ഏറ്റവും പറഞ്ഞു അറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു പരമ്പര ഒന്ന് പറഞ്ഞു അറിയിക്കാൻ നിവർത്തിയില്ലാത്ത ഏറ്റവും നമ്മൾ കാര്യം ആ സ്ഥലമുള്ള നമ്മൾ ഏറ്റവും മുകളിൽ വരേണ്ടതോട് പറഞ്ഞു. അത് നിങ്ങൾക്ക് എത്ര ധൈര്യം വേണം, നിങ്ങൾ എത്ര മാത്രം കഷ്ടപ്പെട്ട് പ്രവർത്തിക്കണം. ആ പ്രവൃത്തിയുടെ ഫലമായിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും രാജ്യക്കാർക്കും അങ്ങനെ ലോകത്തിന് ഏറ്റവും ഒരു പൂർണ്ണബോധത്തെ ഒരു സമ്പത്ത് വളർത്തിക്കൊടുക്കുന്ന ഒരു പരമ്പരയുടെ സ്വഭാവത്തിൽ നമ്മളെ ധൈര്യവും ജ്ഞാനവും പകർന്ന് ഒരു പരമ്പരയാക്കി മാറ്റേണ്ട വർത്തമാനമാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇത് എത്രമാത്രം ത്യാഗം വേണം എന്ന് നിങ്ങളെ ഓരോരുത്തരും ചിന്തിച്ചിട്ട് ഇങ്ങനെ എന്റെ ശരീരം മനസ്സും വ്യക്തിയും ഞാൻ ഇതിനു വെച്ചിരിക്കുന്നു. ഇതിനെ പിന്നെ ത്യാഗം ഞാൻ അനുഭവിച്ച് തീർക്കാൻ തയ്യാറാണെന്ന് മുത്തവത്സരാണോ എന്ന് ഞങ്ങളൊക്കെ നോക്കുന്നുണ്ട് നമ്മൾ ആഗ്രഹിക്കും. ആ നഷ്ടത്തോ നിങ്ങളെ മാനിച്ചറിവ് ആ മുൻപ് എന്നോട്ട് ഓർമ്മിക്കത്തക്ക നോക്കും ഏത് നിമിഷവും നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമായി എത്തിയെന്നുള്ള ആ കർമ്മ വിശ്വാസിയോട് നിങ്ങൾ പ്രവർത്തിച്ച് മുന്നിൽ വരാനുള്ള ഒരു പരിചയത്തിലാണ് നമ്മൾ ഇന്ന് പോകേണ്ടത്. ഇതിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് വരണം. ഇത് ഓർമ്മയുടെ ചെയ്യുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വളരെ താഴ്ന്ന പരമ്പരയുടെ സന്താനങ്ങളാണ്. എന്തുകൊണ്ട് വിദ്യയും ധനവും ഭഗത്വവും ഒക്കെ അവിടെ ദൂരെ കിടക്കുവാൻ ഇത് തുറന്നെടുക്കൊണ്ട് വരാൻ സാധിക്കുന്നതല്ല. നമ്മൾ പഠിച്ച ഓരോ അക്ഷരങ്ങൾ പഠിച്ചു കൊണ്ടുവരുന്നത് പോലെ നമ്മുടെ കർമ്മത്തിലെ ഓരോന്നും അരിഞ്ഞിറങ്ങി ചേർന്ന് നമ്മളിലും നമ്മുടെ നാട്ടുകാരിലും വീട്ടുകാരിലും ലോകത്തിൽ പകർന്നെടുക്കേണ്ട ഒരു കർമ്മത്തിന്റെ ഉദാഹരണാഗ്രതയിൽ പെട്ടിരിക്കുന്ന നമ്മൾ എത്രമാത്രം മറ്റുള്ളവരാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും.